ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് പ്രത്യേകമായ നോമ്പാചരണം നടത്തുന്ന രൂപതയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. നോമ്പാചരണത്തോടൊപ്പം ഒരു ടൈൽ സംഭാവന ചെയ്യുക എന്നതാണ് രൂപതയുടെ പദ്ധതി. കഴിഞ്ഞ 3 വർഷമായി രൂപതയിൽ നോമ്പുകാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇതിനോടകം 75 വീടുകൾ നിർമ്മിച്ചു നൽകാൻ രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും രൂപത അധ്യക്ഷൻ ബിഷപ്പ് പീറ്റർ പോൾ സൽദാൻ പറഞ്ഞു. ഈ വർഷത്തെ പദ്ധതി ഇക്കഴിഞ്ഞ ഫെബ്രുവരി 20-ന് ബിഷപ്പ് സൽദാൻഹ ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളുടെയും പ്രദേശത്തെ സുമനസ്സുകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വീടിനും 8 ലക്ഷം രൂപയും ചിലവിൻ്റെ 51% നൽകുന്നത്. ബാക്കി തുക പ്രാദേശിക ഇടവകയും ഗുണഭോക്താവും കണ്ടെത്തണം. നിലവിൽ വീട് വയ്ക്കാൻ സ്ഥലമുള്ളവർക്കാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ജാതി മത ഭേദമന്യേയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു. 2019 രൂപതയിൽ നടത്തിയ സർവേയിൽ 500ഓളം കുടുംബങ്ങൾക്ക് നല്ല വീടുകളില്ലെന്ന് കണ്ടെത്തിയിരുന്നു. രൂപതയുടെ സോഷ്യൽ വർക്ക് യൂണിറ്റായ കാനറ ഓർഗനൈസേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ് ആണ് പദ്ധതി കൈകാര്യം ചെയ്യുന്നത്. തുറമുഖ നഗരമായ മംഗലാപുരത്തിന് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ കത്തോലിക്ക സാന്നിധ്യമാണുള്ളത്. നിരവധി മിഷണറിമാരെ ഭാരതസഭയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള മംഗലാപുരം രൂപതയിൽ നിന്നുള്ള 29 ബിഷപ്പുമാരും 3 ആർച്ച് ബിഷപ്പുമാരും ഇന്ത്യയിൽ സേവനം ചെയ്യുന്നുണ്ട്. 61 ദശലക്ഷം ജനസംഖ്യയുള്ള കർണാടകയിൽ 1.87% ക്രിസ്ത്യാനികളുള്ളത്.